Adventure should be a part of everyone's life. It's the world difference between being fully alive and just existing. Welcome back to a new episode of our travel stories. ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കുള്ള യാത്രയാണെന്ന് കരുതിയതേയില്ല. ഇടുക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അതിമനോഹരമായ പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോയത്. തൊടുപുഴയാറിനോട് യാത്ര പറഞ്ഞ് കാളിയാർ എസ്റ്റേറ്റും വണ്ണപ്പുറവും കൈറേഞ്ചിന്റെ കവാടമായ വെൺമണിയുമൊക്കെ കടന്ന് വലിയ കുന്നുകൾ കയറി വണ്ടി നിർത്തിയത് കഞ്ഞിക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ. അവിടെ നിന്നും കാടിറങ്ങി പുന്നയാർ വാട്ടർഫാൾസിന്റെ മടിത്തട്ടിലേക്ക്. തൊടുപുഴ വണ്ണപ്പുറത്ത് നിന്നാണ് യാത്ര തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാറ്റാടിക്കടവ് പോയ അതേ റൂട്ടിൽ തന്നെയാണ് ഇത്തവണയും പോകുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി ടൗണിലെത്തും. അവിടുന്ന് 3.5 കിലോമീറ്ററാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര ചെയ്യാനുള്ളത്. ഇങ്ങോട്ട് പോകാനായിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ 2-3 വഴികൾ കാണിച്ചു തരും. ശരിക്കും പോകേണ്ട വഴി എന്ന് പറയുന്നത് കഞ്ഞിക്കുഴി ടൗണിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ടൗണിനുള്ളിൽ നിന്ന് അകത്തോട്ടൊരു വഴിയുണ്ട്. ഈ കാണുന്ന വഴിയോടെയാണ് നമുക്ക് ശരിക്കും പോകേണ്ടത്. ഇതിലേ പോയാൽ മാത്രമേ നമ്മൾ ആ പ്രോപ്പർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുള്ളൂ. മറ്റു വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ വേറെ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും എത്തുക. ഈ പോകുന്ന വഴി നല്ല ഇറക്കമാണ്. ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഇവിടെ കാറിനൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ഇറക്കം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്ററോളം കണ്ടിന്യൂസ് നല്ല ഇറക്കമാണ്. അതിനിടയ്ക്ക് ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു 2.5 കിലോമീറ്ററൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇവിടുന്ന് അകത്തോട്ട് കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് ആദ്യത്തെ പോയിന്റ് കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടം ശരിക്കും പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും 2 വ്യൂ പോയിന്റ്സ് ആണ് വെള്ളച്ചാട്ടത്തിനുള്ളത്. അതിൽ ആദ്യത്തെ വ്യൂ പോയിന്റാണ് ഈ കാണുന്നത്. നമ്മൾ വണ്ടി നിർത്തി ശകലം നടന്നാൽ തന്നെ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുന്നതാണ്. കുറച്ച് മുന്നോട്ട് നടന്ന് ഈ ഒരു അരുവി ക്രോസ് ചെയ്താൽ തന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തുന്നതാണ്. ഈ വഴി അത്യാവശ്യം എല്ലാവർക്കും ഈസി ആയിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റുന്നൊരു വഴിയാണ്. എന്നാൽ നടക്കുന്ന വഴിയിൽ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പോകുന്ന പാറയിലൂടെയൊക്കെ കയറി വേണം നമുക്ക് അപ്പുറം കടക്കുവാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴുകുന്നതുകൊണ്ട് തന്നെ പാറ നല്ല രീതിയിൽ സ്ലിപ്പാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വരിക. പുന്നയാർ വാട്ടർഫാൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് കണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അത്യാവശ്യം റിസ്ക് ഒക്കെ എടുത്ത് ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടതാണ്. അതാണ് ഏറ്റവും ഭംഗിയുള്ള ഭാഗവും. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഏതായാലും നമ്മൾ വളരെ കറക്റ്റ് സമയത്താണ് ഇവിടെ വന്നത്. മഴയൊക്കെ തുടങ്ങി വെള്ളം വന്നു തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ വന്നത്. കുറച്ച് കൂടുതൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കലങ്ങി മറിഞ്ഞ് വേറൊരു ഭാവത്തിലായിരിക്കും ഒഴുകുക. ഞങ്ങൾ ഓരോ തവണ ട്രിപ്പ് പോകാൻ ഇറങ്ങുമ്പോഴും ഇതിന് മാത്രം വെള്ളച്ചാട്ടങ്ങളും സ്ഥലങ്ങളൊക്കെ ഇടുക്കിയിൽ എവിടെയാണെന്ന് ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഇടുക്കിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 100 കണക്കിന് വെള്ളച്ചാട്ടമെങ്കിലും ഇവിടെയുണ്ട്. അതിൽ ഒരു 90% വെള്ളച്ചാട്ടങ്ങളെ പറ്റിയും ആൾക്കാർ കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും. അതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളെക്കാളൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ട്രിപ്പിൽ നമ്മുടെ കൂടെയുള്ള അതേ ടീം തന്നെയാണ് ഇത്തവണയും കൂടെയുള്ളത്. ഒരു അരമണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു പാലം കാണാൻ പറ്റും. ഈ പാലത്തിൻ്റെ അവിടുന്ന് അകത്തോട്ട് ഇതുപോലൊരു വഴിയുണ്ട്. ഇതിലെ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാനാണ് ഇനി പോകുന്നത്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ടാസ്ക് ഉള്ള വഴി. നമ്മൾ വരുന്ന വഴിയിൽ ബൈക്ക് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് കുറച്ച് നടന്ന് വേണം ഇനി താഴോട്ട് പോകാനായിട്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട്. ആ നടക്കുന്ന വഴി കുറച്ചങ്ങ് ചെല്ലുമ്പോൾ തന്നെ നല്ല ചെങ്കുത്തായ ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി വേണം നമുക്കിനി അങ്ങോട്ട് പോകാനായിട്ട്. വഴി അങ്ങ് വരെ ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്. ഇവിടെ കൊണ്ട് വഴി തീർന്നു. വഴി അടിപൊളിയാണെന്നൊക്കെ ആർത്താണ് വന്നത്. പക്ഷേ വഴി തീർന്നു ഗൈസ്. ഇനി ഇതുപോലത്തെ കാടാണെന്ന് തോന്നുന്നു. താഴെ വരെ അത്യാവശ്യം താഴോട്ട് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. കണ്ണൻ ചേട്ടാ, നമ്മളൊരു കാര്യം മറന്നു പോയി കേട്ടോ. നമ്മൾ ആരും വെള്ളം മേടിച്ചിട്ടില്ല. അനുമോദിന്റെ കുപ്പിക്കകത്ത് ഒരു കാക്കുപ്പി വെള്ളമുണ്ട്. എങ്ങനെയുണ്ട് നടപ്പ്? നല്ല അടിപൊളി നടപ്പ്. ഇതൊക്കെ എന്ത് നമ്മൾ ഇതിക്കുള്ള നടന്നിട്ടില്ലേ? പിന്നെന്ത് അത് തന്നെ തിരിച്ചു കയറി വരുമ്പോൾ അറിയാൻ കിട്ടും.
കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഇതുപോലെ രണ്ടായിട്ട് വഴി സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടു. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഏതായാലും അതിനേക്കാളും മുമ്പ് നമുക്ക് വെള്ളച്ചാട്ടമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ചെറിയ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടം ആദ്യം കാണാമെന്നുള്ള പ്ലാനിൽ നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇതുവരെ വന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇനി താഴോട്ടുള്ള ഇറക്കം. അങ്ങോട്ട് താഴെ വരെ എത്തണമെങ്കിൽ നമ്മൾ ഇരുന്ന് നിരങ്ങിയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ വഴി. അങ്ങനെ നമ്മൾ പുന്നയാർ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. പൊതുവേ വെള്ളം കുറച്ച് കുറവാണെങ്കിലും ഉള്ള വെള്ളം നല്ല തൂവെള്ള കളറിൽ പതഞ്ഞൊഴുകുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിന് നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ള കാര്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ ടോപ്പ് വെള്ളച്ചാട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ആദ്യത്തെ 3 സ്ഥാനത്തിലെങ്കിലും ഇത് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് മിനി അതിരപ്പള്ളി എന്നാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ തന്നെ കാട്ടിനകത്ത് പരന്നൊഴുകുന്ന വലിയൊരു വെള്ളച്ചാട്ടമാണിത്. എന്നാൽ അതിരപ്പള്ളിയുടെ അത്രയും ഫേമസ് അല്ലെന്ന് മാത്രം. പണ്ട് ആരോ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതും ഇടുങ്ങിയതുമാണെന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യം വെച്ച് കറക്റ്റാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് എടുത്ത് വേണം ഇറങ്ങി വരാനായിട്ട്. വരുന്ന വഴിയിൽ ഇരുന്ന് നിരങ്ങി ഇറങ്ങി വരേണ്ട അവസ്ഥയാണ് ചിലയിടത്തൊക്കെ. ഒരു 3-4 തവണയെങ്കിലും വീണിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ വ്യൂ പോയിന്റിലെത്തിയത്. ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട് താഴെ വന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. ദിസ് ഈസ് പ്യുവർലി നേച്ചേഴ്സ് ഗിഫ്റ്റ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്കിവിടെ സമ്മാനിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ വീഡിയോസൊക്കെ കണ്ടതാണ്. അന്ന് അതിരപ്പള്ളി പോലെ ഫുള്ള് നിറഞ്ഞൊഴുകിയിട്ട് ഒരു ഭീകരാവസ്ഥ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ വരുമ്പോഴും അത്യാവശ്യം വെള്ളവും ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. ഇവിടെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം പയ്യൊക്കെ ഇറങ്ങി വന്നാൽ മതി. ധൃതി വെച്ച് ഓടി പിടിച്ചൊക്കെ വന്ന് കയ്യോ കാലോ ഒക്കെ ഓടിയോ വല്ലതും പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുമെന്ന് പറയുന്ന കാര്യം വളരെ ടാസ്ക് ഉള്ളൊരു കാര്യമാണ്. അതുപോലെ ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിയാൽ തന്നെ പുറലോകം അറിയാൻ തന്നെ ഒരു 1/4 മണിക്കൂറെങ്കിലും എടുക്കും. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനായിട്ടുള്ള സകല സന്നാഹങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഏതായാലും ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ചോട്ടിലേക്ക് നടന്നു പോകണേ തന്നെ വലിയൊരു ടാസ്ക്കാണ്. ഈ ചോട്ടിൽ കാണുന്ന പാറ അത്രയും കയറി വേണം അതിൻ്റെ അടുത്തേക്ക് എത്തുവാൻ. എന്നാൽ ഈ പാറ ഫുള്ള് പായലായതുകൊണ്ട് തന്നെ കാല് കുത്തിയാൽ തന്നെ വീഴുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു മഴ നനയുന്ന അവസ്ഥയാണ്. ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം മഴ പോലെ ചിതറിത്തെറിച്ചാണ് ഇതിലെ പോകുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്കും മഴ പെയ്ത കാര്യം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാണ് അറിയുന്നത്. ഏതായാലും വലിയ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഡ്രോൺ ഷോട്ടുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിരുന്നു. ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിൽ പെരുമഴയത്ത് ആ കാടിൻ്റെ ലോൺലിനെസ്സിന് ഞങ്ങൾ 3-4 പേര് മാത്രം. ആ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും മനോഹരമായിരുന്നു. ശരിക്കും മഴയത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തെ ആ ഒരു സൗണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇത്രയും യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ ആ പെരുമഴയത്ത് നിന്ന് തന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. ഈ ഒരു അനുഭവമൊക്കെ ഇതുപോലത്തെ യാത്രകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഉച്ചകഴിഞ്ഞ് ഏതായാലും അതിശക്തമായ മഴയായതുകൊണ്ട് അധികം സമയമൊന്നും അവിടെ നിൽക്കാതെ ഞങ്ങൾ തിരിച്ചു കയറുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.